അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 199. നാഗങ്ങൾ ഇണചേരുന്നത് നോക്കാൻ പാടില്ല കുഞ്ഞ. അഗ്നി അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു. ആ ശബ്ദത്തിൽ ദേഹം ഒന്നാകെ കുളിർന്നതുപോലെ നിന്നുപോയി ജ്വാല. അതെന്താ? അവനെ നോക്കാതെ അവള് ചോദിച്ചു. അഗ്നി പക്ഷെ അവളെ പിടിച്ച് തിരിച്ചു നിർത്തി തൂണിലേക്ക് ചേർത്തു. അവള് പിടപ്പോടെ അവനെ നോക്കി. അതങ്ങനെയാ, നോക്കിക്കൂടാ. അവന്റെ ശബ്ദത്തിൽ എന്തോ ഒരു വശ്യത. കാരണം പറ. അവന്റെ മുഖത്തേക്ക് നോക്കി അവള് ചോദിച്ചു. അതോ, അതവര് സ്നേഹിക്കല്ലേ, അപ്പൊ അതൊക്കെ നോക്കാമോ? മോശല്ലേ? അവനിൽ പെട്ടെന്ന് കുറുമ്പ് നിറഞ്ഞു. ജ്വാല അവനെ അമ്പരപ്പോടെ നോക്കി. സ്നേഹിക്കേ? അവള് ചോദിച്ചു. അതേലോ. അതല്ലേ അങ്ങനെയൊക്കെ ശബ്ദം. അതൊക്കെ ഇങ്ങനെ നോക്കാൻ പാടുണ്ടോ? അവർക്കും പ്രൈവസി വേണ്ടേ? അഗ്നി അവളുടെ കൺപീലിയിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ തട്ടിക്കളഞ്ഞോണ്ട് പറഞ്ഞു. ജ്വാലയൊന്ന് കിതച്ചുപോയി. അവന്റെ ഭാവം, ആ കണ്ണുകളിലെ തിളക്കം, അതെല്ലാം ഇന്നലത്തെ രാത്രി അവളെ വീണ്ടും ഓർമ്മിപ്പിച്ചു. അതിന്റെ ഫലമായി അവളുടെ കവിളികളിൽ രക്തം ഇരച്ചു കയറി. അഗ്നി കൗതുകത്തോടെ ആ മുഖത്തേക്ക് നോക്കി. അവര് പ്രണയിക്കാണോ ദേവേട്ട? അവള് പതിയെ ചോദിച്ചതും അഗ്നിയൊന്ന് ചിരിച്ചു. പ്രണയം, അങ്ങനെ പറയാ. കേട്ടില്ലേ നീ ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയ ശബ്ദം പോലെ അവരുടെ കിതപ്പ്? അഗ്നി അവളിലേക്ക് ചേർന്നു പോയി. ജ്വാല വിറച്ചുകൊണ്ട് അഗ്നിയുടെ ഷർട്ടിൽ കൈമുറുക്കി. അവനെ നോക്കാൻ കഴിയാതെ കണ്ണുകൾ വല്ലാതെ പിടയ്ക്കുന്നു. ഇന്നലെ മുതൽ നിനക്ക് വല്ലാത്തൊരു മാറ്റം കുഞ്ഞാ. അഗ്നി അവളുടെ കവിളിലൂടെ ഒന്ന് തഴുകി. എന്തു മാറ്റം? അവളും ചോദിച്ചു നേർത്തറ ശബ്ദത്തിൽ. അതോ, എന്നെ നോക്കാൻ എന്തിനോ ഒരു നാണം. എന്നെ മാത്രല്ല, എല്ലാരെയും. അതെന്താ അങ്ങനെ? അവൻ പ്രണയത്തോടെ ചോദിച്ചതും ജ്വാല അവനെ ഉറ്റുനോക്കി. അറിയില്ല, അവള് പറഞ്ഞു. അഗ്നി ഒന്നും മിണ്ടാതെ ചിരിയോടെ അവളെ തന്നോട് ചേർത്തു പിടിച്ചു. ദേഹം വിറച്ചുകൊണ്ട് അവനോട് ഒട്ടി നിന്നപ്പോഴും മഴയുടെ ചീത്താലും കാറ്റിന്റെ ശബ്ദവും എല്ലാം അവരിൽ ഇരുവരിലും വല്ലാതെ തട്ടുന്നുണ്ടായിരുന്നു. ജ്വാലയുടെ കൈകൾ അഗ്നിയിൽ വല്ലാതെ മുറുകിയൊരാ നിമിഷം അഗ്നി അവളുടെ മുഖം പിടിച്ചുയർത്തിയിരുന്നു. അവൾ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ പിടയുന്ന മിഴികളോടെ അവനെ നോക്കിയതും അവളോട് തോന്നുന്ന വികാരങ്ങൾക്ക് ഇനിയൊരിക്കലും തന്റെ മനസ്സിനൊരു നിയന്ത്രണം വെക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ അഗ്നിയുടെ മുഖം അവളിലേക്ക് താഴ്ന്നു വന്നിരുന്നു. അത് മനസ്സിലാക്കിയതുപോലെ ജ്വാലയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. അഗ്നി അവളുടെ നനവാർന്ന ചുണ്ടിനെ ഒന്ന് പൊതിഞ്ഞതേയുള്ളൂ. അപ്പോഴേക്കും ജ്വാല അഗ്നിയുടെ ചുണ്ടുകളെ പതിയെ കവർന്നെടുത്തിരുന്നു. അവൻ അവളിൽ ആദ്യമായി നിറച്ച അനുഭൂതികൾ വീണ്ടും അറിയാൻ അവളിലെ പെണ്ണ് കൊതിക്കുന്നുണ്ടായിരുന്നു. ഇനി അങ്ങനെ വീണ്ടും അറിയണം, എന്നും സ്നേഹിക്കണം. പ്രണയ ജ്വാലയ്ക്ക്. അവനിൽ നിന്നും കിതപ്പോടെ ചുണ്ടുകൾ അകത്തി മാറ്റി ആ നെഞ്ചിലേക്ക് മുഖമമർത്തുമ്പോൾ ആ നെഞ്ചിൽ ചുംബിച്ചുകൊണ്ട് ജ്വാല പറഞ്ഞുപോയി. അഗ്നിയുടെ കൈകൾ അവളിൽ കൂടുതൽ ശക്തിയിൽ മുറുകി. ഇന്ന് കരയരുതിട്ടോ. മഴയൊന്നു മാറിയതും അവളുടെ കൈ പിടിച്ച് തറവാട്ടിലേക്ക് നടക്കുമ്പോൾ വശ്യമായ ശബ്ദത്തിൽ അഗ്നി പറഞ്ഞു. ജ്വാല അവനെ ഒരാന്തലോടെ നോക്കി. മുഖം ചുവന്നു. പക്ഷേ അവൻ പറയുന്നതിന്റെ അർത്ഥമെല്ലാം അവൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നനഞ്ഞു കുതിർന്ന് രണ്ടുപേരും കൂടി തറവാട്ടിലേക്ക് കയറി ചെന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇരുവർക്കും മുത്തശ്ശിമാരുടെ വായിന്ന് ആവശ്യത്തിന് കിട്ടിയിരുന്നു. എന്നാൽ അവരെന്തൊക്കെയോ പറയുന്നുണ്ടെന്നല്ലാതെ അതെന്താണെന്ന് പോലും അഗ്നിയും ജ്വാലയും അറിയുന്നില്ല. ജ്വാലയുടെ കയ്യിൽ നിന്നും പിടിവിടാതെ അഗ്നി അവളുമായി മുകളിലേക്ക് നടന്നു. ഇതെന്ത് കൂത്തുന്ന പോലെ എല്ലാവരും അവരെ നോക്കുന്നുണ്ടായിരുന്നു. റൂമിലെത്തിയതും അഗ്നിയുടെ കൈകളെ മോചിപ്പിച്ചുകൊണ്ട് ജ്വാല മാറിടാനുള്ള ഡ്രസ്സും എടുത്ത് പെട്ടെന്ന് ബാത്റൂമിലേക്ക് നടന്നു. അതെ, ഇനി അങ്ങനെ അവിടെ പോയി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇന്നലെ ഞാനെല്ലാം കണ്ടതാ. ഒരിക്കലും മറക്കാത്ത വിധം ആ കാഴ്ചകളെല്ലാം മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മുന്നിൽ നിന്ന് ഡ്രസ്സ് മാറ്റിയെന്ന് വെച്ച് ഒന്നും വരാൻ പോകുന്നില്ല. കള്ളച്ചിരിയോടെ അഗ്നി പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് മുഖത്ത് പടർന്ന നാണം മറച്ചു വെച്ച് മറുപടിയായി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയെങ്കിലും തന്നെ അടിമുടി നോക്കുന്നവനെ കണ്ട് പിടച്ചിലോടെ അവൾ ബാത്റൂം ഡോർ അവനു മുന്നിൽ കൊട്ടിയടച്ചു. അഗ്നി ചിരിയോടെ ചുമരിലേക്ക് ചാരി നിന്നു. എന്റെ കുഞ്ഞാ. ചുണ്ടുകൾ പ്രണയത്തോടെ മൊഴിഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോഴും ജ്വാലയിലേക്ക് നീളുന്ന അഗ്നിയുടെ നോട്ടം അവൾ അറിയുന്നുണ്ടായിരുന്നു. അത് കാണുന്തോറും ഉള്ളിൽ വല്ലാത്തൊരു പരവേശമാണ്. എങ്കിലും കാണാത്തതുപോലെ ഇരുന്നു. എല്ലാവരും പരസ്പരം സംസാരിച്ചാണ് ഇരിപ്പെങ്കിലും എല്ലാവരുടെയും കണ്ണുകൾ ജ്വാലയിലേക്കും അഗ്നിയിലേക്കും നീളുന്നുണ്ട്. ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോവണ്ടേ? ഇന്ന് ഗാനമേളയാ, ഋഷി പറഞ്ഞു. ആ, പോവാതെ പിന്നെ. നല്ല ടീമാ വരുന്നേന്നാ കേട്ടെ. പറയുമ്പോൾ തന്നെ അപ്പൂന് വല്ലാത്തൊരാവേശം. ഗാനമേള ആയതുകൊണ്ട് തന്നെ 9 മണിയോട് അടുത്തേ പ്രോഗ്രാം സ്റ്റാർട്ടാവും. അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. വേഗം കഴിക്കും മീനു. ഇന്നലെ ജ്വാലയ്ക്ക് വരാൻ പറ്റിയില്ല. ഇന്ന് നമുക്ക് പൊളിക്കണം, പൊന്നു ആവേശത്തോടെ പറഞ്ഞു. ജ്വാല ചിരിയോടെ അവളെ നോക്കി. ഓക്കെ. മീനുവിനും സന്തോഷം. അതിന് ഞാനും കുഞ്ഞനും വരുന്നില്ല, അഗ്നി പെട്ടെന്ന് പറഞ്ഞു. ജ്വാല അവനെ അമ്പരന്ന് നോക്കി. പോണില്ലേ? എന്നിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ചിന്തയോടെ അവൾ അവനെ നോക്കി. അതെന്താ അഗ്നിയേട്ടാ, ഇന്നലെ വന്നില്ലല്ലോ? പൊന്ന് സങ്കടത്തോടെ ചോദിച്ചു. അത് നാളെ വരാടാ ഞങ്ങള്, ഇന്നുകൂടി ഇല്ല, അഗ്നി വീണ്ടും പറഞ്ഞു. കാരണം എന്താ?
അപ്പു ചോദിച്ചു. വ്യാസ് പക്ഷേ ഒന്നും മിണ്ടിയില്ല. അവന്റെ മുഖത്തെ കള്ളത്തരം കണ്ടപ്പോൾ തന്നെ വ്യാസിന് കാര്യം മനസ്സിലായിരുന്നു. അത് എനിക്ക് നല്ല സുഖമില്ല, നല്ല ബോഡി പെയിൻ, മഴ കൊണ്ടതല്ലേ, ഇനി പനിക്കാനാണോ എന്തോ. നിഷ്കൂഭാവത്തിൽ അഗ്നി പറഞ്ഞു. ജ്വാല അത് വിശ്വസിച്ച മട്ടുണ്ട്. പക്ഷെ വ്യാസിനും മനുവിനും ഋഷിക്കും ചിരിയാണ് വന്നത്. ഇതിലും വലിയ മഴ നനഞ്ഞിട്ട് പനിക്കാത്ത ആൾക്ക് ഇപ്പൊ പനി വരാനോ? കുറുമ്പോടെ മനു ചോദിച്ചു. അതെന്താ, എനിക്ക് പനി വന്നൂടെ? എനിക്ക് വന്നാ കുഞ്ഞിനും വന്നാലോ, അത് പേടിച്ചിട്ടാ. അഗ്നി ഗൗരവത്തിൽ പറഞ്ഞു. അതോടെ എല്ലാത്തിൻ്റെയും വാടഞ്ഞു. ആ, വയ്യെങ്കിൽ പോണ്ട കണ്ണ, മോൾ കൂടി വയ്യാതായ ശരിയാവില്ല. മിനി തീരുമാനം പറഞ്ഞു. അതോടെ അഗ്നിയുടെ മുഖം തെളിഞ്ഞു. പിന്നെ എല്ലാരോടും കൂടി ഒരു കാര്യം. വസുന്ധര ഗൗരവത്തിൽ എല്ലാരെയും നോക്കി. എന്താ അമ്മേ? മോഹൻ ചോദിച്ചു. അത് ഒന്നുമില്ല മോഹന, ഇവിടെ നിനക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാ. എന്നാലും പിള്ളേരെ ഒന്ന് ഓർമ്മിപ്പിക്കണമല്ലോ. വസുന്ധര പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മോഹനും മധുവിനും രേഖയ്ക്കും മായയ്ക്കും സുരേഷിനും മറ്റും കാര്യങ്ങൾ മനസ്സിലായി. എന്താ അമ്മേ കാര്യം? വ്യാസിന്റെ അമ്മ വനജ ചോദിച്ചു. അത് ഇനി കുറച്ചു ദിവസം കൂടി ഉള്ളൂ ഇവിടുത്തെ പൂജയ്ക്ക്. അത്രയും വിശേഷപ്പെട്ട പൂജയാ. അതുകൊണ്ട് നാളെ മുതൽ ഇവിടെ എല്ലാവരും വ്രതം എടുക്കണം. വസുന്ധര പറഞ്ഞു നിർത്തി. അത് കേട്ട് അതുവരെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്ന അഗ്നി കഴിച്ചത്ത് നെറുകയിൽ കയറി ചുമച്ചുപോയി. എല്ലാവരും അവനെ ഒന്ന് നോക്കി. അപ്പൂനും വ്യാസിനും ചിരി വന്നു പോയി. അപ്പു വേഗം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അഗ്നിക്ക് നേരെ നീട്ടി. അഗ്നി അവനെ തറപ്പിച്ചൊന്ന് നോക്കി. കുടിക്കേട്ടാ, വ്രതം എടുക്കേണ്ടതല്ലേ? അപ്പു ഒരാക്കലോടെ പറഞ്ഞു. അഗ്നി പെട്ടെന്ന് വെള്ളം വാങ്ങി കുടിച്ച് വസുന്ധരയെ ദയനീയമായി നോക്കി. പക്ഷെ അവരുടെ മുഖം ഗൗരവത്തിലാണ്. ഈ കുടുംബത്തിലുള്ളവരുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന പൂജയാ. അതുകൊണ്ട് വ്രതം എല്ലാവരും എടുക്കണം. ഇവിടെ പെൺപിള്ളേർക്കാർക്കും പറ്റായികയൊന്നും ഇല്ലല്ലോ അല്ലേ? ഉറപ്പിക്കാൻ എന്നോണം അവര് ചോദിച്ചു. ഇല്ല, എല്ലാവരും ഒരുപോലെ പറഞ്ഞു. ആ, എന്നാ നാളെ രാവിലെ കുളത്തിന്റെ വാതിൽ തുറന്നിടും. ശ്രദ്ധയോടെ അവിടെ പോയി കുളിച്ചിട്ട് വരണം സ്ത്രീകളെല്ലാരും. വെള്ളം കൂടുതലുണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അവിടെ പോയി കുളിച്ചാ വ്രതം തുടങ്ങുന്നേ. വസുന്ധര വിശദീകരിച്ചു. അഗ്നിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തുപോയി. വ്രതമെന്ന് പറയുമ്പോൾ അതെങ്ങനെയുള്ളതാണെന്ന് അവനും അറിയാലോ. അവന്റെ മുഖം കണ്ട് ചിരിയടക്കാൻ പാടുപെട്ടുപോയി ചെക്കന്മാർ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാ, ഈ വ്രതം എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ശുദ്ധി വേണം. അതുകൊണ്ട് സ്ത്രീകളെല്ലാം ഇനി മുതൽ കുറച്ചു നാളേക്ക് മാറി താമസിക്കണം. അതിനുള്ള സൗകര്യം ഏർപ്പാടാക്ക. ജ്വാലമുളും പൊന്നും കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത് അറിയാത്തെ, അതാ അച്ചമ്മ എടുത്തു പറയുന്നേ. ജ്വാല അഗ്നിയുടെ റൂമിൽ കിടക്കണ്ട നാളെ മുതല്. അവര് പറഞ്ഞതും ജ്വാല തലയാട്ടി. പക്ഷെ റൂം മാറി കിടക്കണമെന്ന് പറഞ്ഞപ്പോ അവളുടെ മുഖവും ഒന്ന് വാടി. എങ്കിലും നല്ലതിന് വേണ്ടിയല്ലേന്ന് കരുതി അവള് സമ്മതിച്ചു. ശുദ്ധി എല്ലാ അർത്ഥത്തിലും വേണം. അവരൊരിക്കൽ കൂടി പറഞ്ഞു. പക്ഷെ നോട്ടം അഗ്നിയിലായിരുന്നു. അഗ്നി അവരെ കൂർപ്പിച്ചൊന്ന് നോക്കി. അത് കണ്ട് ചിരിയോടെ വസുന്ധര ടേബിളിനരികിൽ നിന്ന് എഴുന്നേറ്റു. അവരവസാനം പറഞ്ഞത് ജ്വാലയ്ക്ക് അത്ര വ്യക്തമാവാത്തത് കൊണ്ട് അവൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതേയില്ല. എല്ലാവരും കഴിച്ചെഴുന്നേറ്റ് ഡ്രസ്സ് മാറാനായി റൂമിലേക്ക് പോയതും വ്യാസും മനു ഋഷി അപ്പു അഗ്നിക്ക് അടുത്തേക്ക് പോയിരുന്നു. ആകെ മുഖവും വീർപ്പിച്ചിരിക്കുന്നുണ്ട് ചെക്കൻ. എന്തു പറ്റി അഗ്നിയേട്ടാ? മനു ചോദിച്ചു. ഒന്നുമില്ല. കനത്ത ശബ്ദം. വ്യാസ് ചിരിച്ചുപോയി. എന്തിനാടാ കോപ്പ ചിരിക്കുന്നേ? അഗ്നി കലിപ്പായി. ഏയ് ഒന്നുമില്ല, എനിക്ക് ചിരിക്കാനും പാടില്ലേ? അവൻ പുച്ഛിച്ചു. അഗ്നി മുഖം തിരിച്ചു. അല്ല, ഈ അളിയനത് എന്തു പറ്റി? എന്താ മുഖമല്ലാതെ? പനി തുടങ്ങിയോ? ഋഷിയുടെ വകയാണ് ആ ചോദ്യം. ആ, തുടങ്ങി. എന്താ, നീ മാറ്റിത്തരുമോ? അഗ്നി എല്ലാത്തിനോടും ചാടി കടിക്കുകയാണ്. ഋഷി അവനെ മിഴിച്ചു നോക്കി. പാവം, അത്തിപ്പഴം പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറയുന്നത് ഇതിനൊക്കെയാ. യോഗല്ലേ മോനെ? വ്യാസ് ആരോടൊന്നില്ലാതെ പറഞ്ഞു. എന്ത്? അഗ്നി മുരണ്ടു. ഏയ് ഒന്നുമില്ല, ഞാനൊരു ചൊല്ലു പറഞ്ഞതാ. എന്തായാലും നീ പോയി റെസ്റ്റ് എടുക്ക്. കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് വ്യാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഋതുമോളും സച്ചുവും കൂടി വന്നതും മനു ഋഷിയും കൂടെ അവരെടുത്ത് കളിപ്പിച്ചു. ഒരു പൂജയാണെന്ന് വെച്ച് അതിനിപ്പോഴേ വ്രതം എടുക്കണോ? മനുഷ്യൻ എല്ലാം ഒന്ന് കരയ്ക്കടുപ്പിച്ച് വരുന്നേ ഉള്ളൂ, അപ്പോഴേക്കും. അഗ്നി വല്ലാതെ നെടുവീർപ്പിട്ടുപോയി. പൊന്നുവിനൊപ്പം ഓടി നടക്കുന്ന ജ്വാലയെ കണ്ടപ്പോൾ ആ നെടുവീർപ്പ് ഒന്നുകൂടി കൂടി. ബാക്കിയുള്ളവനിവിടെ സങ്കടപ്പെട്ട് നടക്കുക. ആ പെണ്ണിത് വല്ലതും അറിയുന്നുണ്ടോ? അതിനെങ്ങനെ വല്ലതും മനസ്സിലായാലല്ലേ? അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞുപോയി. അങ്ങനെ എല്ലാവരും റെഡിയായി പോകുന്നത് നോക്കി ജ്വാല ഉമ്മറത്ത് നിന്നു. എന്തേ, നിനക്ക് പോണമെന്നുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ റെഡിയായിക്കോ, ഞാൻ കൊണ്ടുപോവാ. അവരെല്ലാം പോകുന്നത് നോക്കി നിൽക്കുന്നവളെ കണ്ടപ്പോ അലിവോട് അഗ്നി പറഞ്ഞു. ഏയ് വേണ്ട ദേവേട്ടാ, ദേവേട്ടന് വയ്യാത്തല്ലേ? എനിക്ക് എവിടെയും പോണ്ട. അമ്മമ്മ റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. പനിയുടെ മരുന്ന് കയ്യിലുണ്ടെന്ന്. ഞാൻ വാങ്ങിയിട്ട് വരാട്ടോ. കുറവില്ലാച്ചാ ഹോസ്പിറ്റലിൽ പോണം. അതും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. അഗ്നി പെട്ടെന്ന് ജ്വാലയുടെ കയ്യും പിടിച്ച് അകത്തേക്ക് നടന്ന് ഹാളിലെ വാതില് ചാരി. എന്താ ദേവേട്ടാ? മിനിയുടെ അടുത്തേക്ക് വിടാതെ അവളുമായി റൂമിലേക്ക് നടക്കുന്നവനോട് ജ്വാല ചോദിച്ചു. എനിക്ക് പനിയൊന്നുമില്ല. ഇന്ന് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞത് എൻ്റെ കുഞ്ഞാ. അഗ്നി കള്ളച്ചിരിയോടെ പറഞ്ഞു. എന്തിന്? ജ്വാല അമ്പരന്നു. അഗ്നി അവളെ ആകെയൊന്ന് ഒഴിഞ്ഞു നോക്കി.
ആ നോട്ടം കണ്ട് അവളൊന്ന് ഞെട്ടി. അത് ഇന്നലെ രാത്രി പകുതിക്ക് വെച്ച കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെ ഒന്ന് ഓക്കെയാക്കാൻ എൻ്റെ കുഞ്ഞിങ്ങോട്ട് വന്നേ, ദേവേട്ടനെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അവളുടെ ഇടുപ്പിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് അഗ്നി അവളുടെ കഴുത്തിൽ മുഖം വെച്ചുരസി. ദേവേട്ടാ. ജ്വാല ചിണുങ്ങി ചിരിച്ചു. ചിണുങ്ങല്ലേ പെണ്ണെ, അല്ലെങ്കിൽ മനുഷ്യന് ഒരുവിധ പിടിച്ചു നിൽക്കുന്നേ, നീ ഇങ്ങോട്ട് വന്നേ. അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ അവനും കുറുമ്പോടെ പറഞ്ഞു. തുടരും.